ചുണ്ടരി ബാബ മൊട്ടയായോ? എവിടെ? ഇന്ന് ഞാൻ എൻ്റെ ടുട്ടുവിൻ്റെ മുടി ഒന്ന് ട്രിം ചെയ്തു. അവനെന്നെ തല്ലിക്കൊന്നില്ല എന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഫിനിഷിങ് ചെയ്യണമെങ്കിൽ അച്ഛനും ചേട്ടനും കൂടെ വരണം. അവൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ മുടി ഒന്ന് ജസ്റ്റ് താഴ്ത്ത് മാത്രം ഇങ്ങനെ ട്രിം ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ അവൻ തന്നെ എടുത്ത് അവിടെ എലി ചിരണ്ടിയ പോലെ കാട്ടി വെച്ചിരുന്നു. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തിട്ടും അത് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മുട്ട അടിക്കാൻ തന്നെ വിചാരിച്ചു. പക്ഷേ ഇത് വല്ലാത്ത മുട്ടയായിപ്പോയി. അവന് മുടി കെട്ടണം ഭയങ്കര സങ്കടമാണ്. മേത്തൊക്കെ മുടിയൊക്കെ വീഴുമ്പോൾ ചൊറിച്ചിലും ഭയങ്കര കരച്ചിലാണ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ മുട്ടയാക്കിയിട്ടുണ്ട്. കുഞ്ഞു പാവയായില്ലേ? ടുട്ടു പാര പോലെയായി. പാവയായാ? പാവാന്ന് പറഞ്ഞേ. ചേട്ടൻ കണ്ടിട്ടില്ല. ഇനി അച്ഛനും ചേട്ടനും വൈകുന്നേരം വരും എഴുക്കളും ഞെട്ടാൻ പോണത് ഈ രൂപം കാണുമ്പോൾ. അപ്പം ഇന്ന് അവർ വരുമ്പോൾ എന്തായാലും ബാക്കി നല്ല സെറ്റാണ്. ഇനി എന്തിനാ ടുട്ടുവിന് ചീർപ്പ്? ഇനി കുറേ ദിവസക്ക് ചീപ്പൊന്നും വേണ്ട. അച്ചുടാ എൻ്റെ ടുട്ടുക്കുട്ടി സുന്ദരി ആയിട്ടുണ്ട് കേട്ടാ. ശരിക്കും കുഞ്ഞാവിയായി. അച്ഛ വരട്ടെ കേട്ടാ. അച്ഛ വരുമ്പോൾ നമുക്ക് ശരിക്കും നല്ല സൂപ്പറാക്കാം. എവിടെ കണ്ണാടിയിൽ നോക്കേനുണ്ട് ഉണ്ണി? കണ്ണാടി എന്റെ മുടി മുറിക്കാൻ ആരുടെങ്കിലും അനുവാദം വേണോ? അവന ഉമ്പുച്ചനോ? കുച്ചോ, എടുത്ത് കുടിച്ചോ. ഓപ്പൺ ചെയ്. അയ്യോ, എടുക്ക്. ചീപ്പ അവിടെ വെക്ക്. നീ കുറച്ച് ഉമ്പുച്ചേ. അങ്ങനെയാണോ? ഓപ്പൺ ചെയ്. എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാത്? ഓപ്പൺ ചെയ്യടാ. ഓപ്പൺ ചെയ്തേ. പാവം ചെറുതിൻ്റെ മുടി വെട്ടി കഴിഞ്ഞിട്ട് അവന് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ കുറേ നേരം കണ്ണാടി നോക്കിയപ്പോൾ ആളൊന്നും ഓക്കെ ആയി. അപ്പോൾ ഒന്ന് ശരിയാവാൻ വേണ്ടി അവൻ്റെ കുറച്ച് എഡ്യൂക്കേഷണൽ വീഡിയോസ് ഞാൻ ഇടയ്ക്ക് കാട്ടാറുണ്ട്. A4 ആപ്പിൾ അങ്ങനെയൊക്കെ. അതൊക്കെ നോക്കി അവൻ തന്നെ അതുപോലെ പറയാനൊക്കെ നോക്കും. അതൊക്കെ കണ്ടൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. കുറച്ച് ഇഷ്ടമുള്ള ചിപ്സൊക്കെ ഒന്ന് കൊടുത്തു. മിക്കവാറും അച്ഛനും മോനും വരുമ്പോൾ എന്നെ തല്ലിക്കൊല്ലും. എഡ്യൂക്കേഷണൽ വീഡിയോസ് ഒരുപാടുണ്ടല്ലോ. അത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കാട്ടി വെക്കും. അപ്പോൾ ആൾ അതൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കി തുടങ്ങി. കുറേയൊക്കെ തിരിച്ച് പറയാനൊക്കെ നോക്കിയൊക്കെ തുടങ്ങി. കുഞ്ഞു കുട്ടിയല്ലേ, ചിപ്സൊക്കെ കഴിച്ച് വീഡിയോസൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ മുടി വെട്ടിയ കാര്യമൊക്കെ മറന്നുപോയി. കഴിഞ്ഞ ദിവസം കൊഴുവ ഒരു 3 കിലോളം വാങ്ങിച്ചിട്ട് വന്നിരുന്നു. പിന്നെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ മീൻ ഉണ്ടാവും. പിന്നെ വേറൊരു മീൻ വറുത്തതും മീൻകറി മാത്രമാണ് ഞാനിന്ന് വെച്ചത്. അപ്പം മോനും അത് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വലിയ മീൻ കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പകുതി മാത്രമേ എടുത്തുള്ളൂ. പിന്നെ കുറച്ചൊരു മീൻചാറും കൂട്ടിയാണ് അവന് കൊടുത്തത്. ചൂടുവെള്ളം പിന്നെ ഞങ്ങൾക്ക് മസ്റ്റാണ്. ഇന്ന് കുറച്ച് വാശിയുണ്ടായിരുന്നു കഴിക്കാൻ. ஆசை புன்னகை மூஞ்சையை ടുട്ടുന്റെ മീമിക്കറി എരിഞ്ഞാ? അയ്യോ, എരിഞ്ഞാ വാവയ്ക്ക്? ശരില്ല കേട്ടാ, അങ്ങനെയൊക്കെയല്ലേ തിന്ന് പഠിച്ചിന്. അങ്ങനെയാണോ തിന്നത്? എങ്ങനെയാണ് ടുട്ടു മീമി തിന്നത്? ഇനി ഉറങ്ങണ്ടേ? ഓ, മുട്ടത്തല്ല എവിടെ ടുട്ടുൻ്റെ? മുട്ട എവിടെ? അച്ഛതാ, കുഞ്ഞു മുട്ടയായില്ലേ? കുഞ്ഞു ആവിയായി. ഉറങ്ങാട്ടെ നമുക്ക്. ചുണ്ടരി ആയിട്ടുണ്ട് കേട്ടാ. വിഷമിക്കണ്ട, 2 ദിവസം കഴിയുമ്പോഴേക്കും തലയിൽ നാരയുമാ. 3:45 മോൻ സ്കൂളിൽ വരും. അവൻ കുളിച്ചിറങ്ങിയപ്പോഴേക്കും നോക്കുമ്പോൾ അതേ ഹസ്ബൻഡ് വന്നിരിക്കണു. അത്യാവശ്യമായിട്ട് കൊടുങ്ങല്ലൂർ പോകണമെന്ന്, പോയിട്ട് വരാമെന്നും പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോകുന്നൊരു ചാൻസ് അത് നമ്മൾ എങ്ങനെയായാലും കളയാൻ പാടില്ല. വേഗം ചെറുതിനെ ഡ്രസ്സ് മാറ്റിച്ചിട്ട് ഞാൻ വീട്ടിലിട്ട ഡ്രസ്സ് തന്നെയാണ് ഇട്ട് പോയത്. എന്താ വെച്ചാൽ വേറെ എങ്ങും പോകണില്ലല്ലോ. അപ്പോൾ തന്നെ 4 മണിയായല്ലോ. എന്താണെന്ന് വെച്ചാൽ ഏത് പാതിരാത്രിക്കും എന്നെ വീട്ടിലേക്ക് പോകാൻ വിളിച്ചാൽ ഞാൻ അപ്പോൾ റെഡിയാണ്. അതാണല്ലോ നമ്മളുടെ ഒരു ഇത്.
മോന് സ്റ്റിയറിംഗ് വീലിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം, റിവേഴ്സ് എടുക്കുമ്പോൾ ഒക്കെ അവനെ കൊണ്ട് ഇരുന്ന് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എന്താണ് എന്തേ വാ എൻ്റെ കൂടെ വാ. ആ അത് പറ്റൂല. ആ വണ്ടി വെച്ചേനെ. അയ്യോ ടുട്ടോടെ വണ്ടി വെച്ചേനെ. എന്നാ അമ്മില്ല. ടാറ്റാ. എന്നാ വേണ്ടേ? അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴയുണ്ടായി. പിന്നെ നല്ല സൂപ്പർ പെരുമഴയായിട്ടോ. മോൻ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ നല്ല സൂപ്പറായിട്ട് ഉറങ്ങി. എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴും അതേ കാറി കയറി കുറച്ച് കഴിഞ്ഞാൽ അവൻ ഉറങ്ങാറാണ് പതിവ്. മോൻ സ്കൂളിൽ നിന്ന് സാധാരണ വരുമ്പോൾ ഒരാനനെ തിന്നാനുള്ള വിശപ്പായിട്ടായിരിക്കും വരുന്നത്. ഇന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ഇത് പറൂരുള്ളൊരു കടയാണ്. എല്ലാവർക്കും ചിലപ്പോൾ പറൂർക്കാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. വല്ലാത്തൊരു വൈബാണ്. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാട്ടോ. ഇതിപ്പോൾ 4:30 ആയിട്ടുള്ളൂ. രാത്രി വരണം. ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റായിട്ട് എന്ത് ഭംഗിയാണെന്ന് അറിയാം. നല്ല തിരക്കുമായിരിക്കുള്ളൂ. ഇവിടെ ഈ സൈഡ് ഫുള്ള് ഇങ്ങനെ ഫുഡ് കോർട്ടാണ്. പലതരം മന്തികളും പലതരം ചൈനീസും ഒക്കെ കിട്ടും. ബജ്ജികളും ഒക്കെ. ഷവർമയൊക്കെ വാങ്ങിയിട്ടാണ് പോയത് അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നു. എത്രയൊക്കെ ഉറക്കായാലും കോട്ടപ്പുറം പാലെത്തുമ്പോഴേക്കും ഞങ്ങളുടെ ആശാനി എനിക്കും അത് സ്ഥിരമുള്ളതാണ്. എന്നിട്ട് ഞങ്ങൾ പറയും ഇവനെ എങ്ങനെ അറിയണമാവോ, ഇവിടെ എത്ര ഇതായാലും ഈ പാലെത്തുമ്പോൾ അവനെനിക്കും. ഇത് പാലവും എല്ലാം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മളുടെ നാട്ടിലെത്തി എന്നുള്ളൊരു ഫീല് വരും. അങ്ങോട്ട് നോക്ക്. ആക്സിഡന്റ് ആവും. എന്താണ് വിശേഷം? പുതിയ ചെരുപ്പൊക്കെയാണല്ലോ. ഞങ്ങൾ വീട്ടിൽ ചേർന്ന ചെരുപ്പാണ്. ആരെയാണ് നോക്കണേ? പുതിയ ചെരുപ്പൂര്. ഇവിടെ കോട്ടപ്പുറം പാലെത്തിയപ്പോ അപ്പ എനിക്കെന്നാണ് അത്. ആ ഇനി അമ്മൂനെ അപ്പനെ എടുക്കണില്ലേ? ഓ എനിക്ക് അപ്പനെയാണ് വേണ്ടത്. ടുട്ടു ഇവിടെ വന്ന് തുടങ്ങിയ ടുട്ടുവിന്റെ ഫേവറേറ്റ്. ടുട്ടുന് ഇതാണല്ലേ ഇഷ്ടം. മോട്ടെ എവിടെ? അച്ഛാ മടി തുന്നി മാവേനെ. നമ്മുടെ മൊട്ടക്കുട്ടി എവിടെ? എന്നിട്ടാണ് ടുട്ടു അത് ബോൾ എക്കൂരി എടുക്കാത്. എക്കൂരി എടുക്കട്ടാ. എന്താണ് അത്? ബോൾ പറഞ്ഞേ. റെയിൻബോ ബോൾ. ഇതൊരു ലേണിംഗ് ആക്ടിവിറ്റി ടോയാണ്. ഈ ടോയ് നമുക്ക് കൗണ്ടും ചെയ്യാൻ പറ്റും. ഇതിൽ മോസ്റ്റ്ലി 4 കോമൺ കളേഴ്സ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, റെഡ്. അത് നല്ല ബ്രൈറ്റായ കളറുമാണ്. അപ്പോൾ കുട്ടികൾക്ക് നല്ലപോലെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അതേനേരം ആ കളേഴ്സൊക്കെ കൗണ്ടും ചെയ്യാൻ പറ്റും. ഇത് ഇവന് ഉള്ളതായിട്ടില്ല. 3+ ആണിത് ഏജ് വൈസ് വരുന്നത്. പക്ഷേ അത് വളരെ നല്ലതാണ്. അവർക്ക് അവരുടെ കോൺസെൻട്രേഷനും കറക്റ്റ്. അങ്ങനെ പിങ്ക്. ഇനി പൂ പറഞ്ഞിട്. ഗീത് യെല്ലോ. ചേട്ടാ കാണിച്ചു തരൂ കേട്ടാ. ഇത് നോക്കിയേ, ചേട്ടാ ഇപ്പൊ കാണിച്ചു തരും എങ്ങനെയാണ് ബോൾ ഉണ്ടാക്കണമെന്ന്. വാവ്, ആദ്യം ഫുള്ളി യെല്ലോ. വാവ്, ഇനി ടുട്ടു ചെയ്യും. വെക്കി. അത് ശരി. അത് ഊരണോ? അത് ഒരു പ്രാവശ്യം വെച്ചിട്ട് ചെയ്. ബെസ്റ്റ്. ഏജ് വൈസ് നോക്കുമ്പോൾ 3+ ആണ്. അവൻ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. അതുകൊണ്ട് ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയ പോലെയായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞും കൊടുത്തു. ഇങ്ങനെ ആകുമ്പോൾ അവർക്കത് കൗണ്ടും ചെയ്യാൻ പറ്റും, ഏത് കളറാണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, കോൺസെൻട്രേഷനൊക്കെ ഒന്ന് കൂടും. അതേപോലെ കൈയൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല സ്ട്രോങ്ങിൽ തന്നെ വെക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടായ കാരണം ഞാൻ അവനെ ജസ്റ്റ് കാട്ടിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ കൂടെ ഒരു പുഴുങ്ങി പഴവും പതുക്കനെ അവൻ്റെ വയറ്റിലാക്കി.
ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഉള്ള ചീര എടുത്തിട്ട് അത് വേഗം നന്നാക്കി വെച്ചു. മഴയൊക്കെ ആയ കാരണം ചീരയും എല്ലാം പോയി. പിന്നെ ഉള്ളയിലൊക്കെ ഫുള്ള് പൂക്കളായിരുന്നു. എന്നാലും അമ്മ ഞാനതൊന്നും ചെയ്യില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എല്ലാവരും കിള്ളി നല്ല രീതിയിൽ വെച്ച് തന്നു. മഴയായ കാരണം ഈ പ്രാവശ്യം വെളിച്ചെണ്ണയ്ക്ക് ആകെ ക്ഷാമമായിപ്പോയി. തേങ്ങ ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ചോ വെളിച്ചെണ്ണ കിട്ടിയുള്ളൂ. സാധാരണ 10-15 കിലോ ഞങ്ങൾ നല്ലപോലെ ആട്ടിയാൽ കിട്ടുന്നതാണ്. ഈ പ്രാവശ്യം അമ്മ പറയുന്നുണ്ട് 4 കിലോ കിട്ടിയുള്ളൂ എന്ന്. ഞങ്ങൾ അത് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിലും പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ അവനൊരു ദോശ കൊടുത്തു. അവൻ അത്യാവശ്യം വിശക്കണുണ്ടായിരുന്നു. കളിയും ചിരിയൊക്കെ കഴിഞ്ഞിട്ടാണ് വേഗം പോയത്. മൂത്ത മോൻ വന്നിരുന്നില്ല, കുറച്ച് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് നേരിട്ട് അങ്ങോട്ടല്ലേ വന്നത്. അല്ലെങ്കിലും ഞങ്ങളുടെ വരവൊക്കെ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. ഇപ്പോൾ ശനിയാഴ്ച ആയാലും ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച അപ്പം തന്നെ പോകണം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ കിട്ടുമ്പോൾ വേഗം പോയി 2 കൊടുക്കും തല കാട്ടി വേഗം ഓടിപ്പോരും. അവിടെ ചെന്നിട്ടും അതെ, അവൻ നല്ലപോലെ കളിച്ച് ചിരിച്ച് കുറേയൊക്കെ എൻജോയ് ഒക്കെ ചെയ്തു. അച്ചാച്ചൻ്റെ കൂടെയും അച്ചാമ്മയുടെ കൂടെയൊക്കെ കുറേ കളിച്ചിട്ട് ഞങ്ങൾ പതുക്കനെ അപ്പം തന്നെ ഇരുട്ടായി. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു ഇരുട്ടായി. അവിടെ ഒരു 8 മണിയായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അച്ഛനൊക്കെ പറത്തിട്ടോ കിട്ടുവോ ഒക്കെ എടുത്തു വെക്ക് വാവാ. ആ എങ്ങനെയാണ് അച്ഛൻ എറിഞ്ഞത്? അച്ഛൻ എങ്ങനെയാണ് കാട്ടിയത്? അതെടുത്ത് അതൊക്കെ എടുക്ക്. അങ്ങനെ എല്ലാരും എടുത്ത് എറിഞ്ഞല്ലേ? അവിടെ കുടുങ്ങി. പറക്കിയെടുക്കട്ടാ. ഇങ്ങനത്തെ സാധനം ഒന്നും കണ്ടിട്ടില്ലല്ലോ. പുതിയത് കാണോ ഭയങ്കര ഇഷ്ടം. 1 2 കൊള്ളാം. കൂടെ 1 2 3 എന്ന് പറഞ്ഞ ചാടണം കേട്ടാ. 1 2 2 എന്ന് പറഞ്ഞപ്പോഴേക്കും ചാടി. എനിക്ക് അതിലൊന്നും നേരമില്ല. അതെ 1 2 1 2 എടാ നീ ഒന്ന് അടി കിടന്നേ, നിന്റെ മേത്തേക്ക് WWF പോലെ. ടുട്ടുനോട് പോകാമെന്ന് പറഞ്ഞിട്ട് അവന് യാതൊരു കുസലും ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ ഓടിച്ചാടി കളിച്ച് ചാടി തിമിർത്ത് ഇത് തന്നെയായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആവി പോയി. ചേട്ടൻ ഉറക്കം വന്നു തുടങ്ങി. മോനാണെങ്കിലും അതെ ആകെ ക്ഷീണിച്ചു. എന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണേ ഉണ്ടായില്ല അവൻ. ഒന്ന് വലിച്ചെറിയണ വീഡിയോ എടുത്തേ. അത്രയും നല്ല സ്ട്രോങ് ആണെന്ന് കാട്ടട്ടെ. ടുട്ടു അത്രയും നല്ല സ്ട്രോങ് ആണെന്ന് കാട്ടട്ടെ. ഒന്ന് താഴ്ത്തിക്കറിഞ്ഞേ. അത് തന്നെ കണ്ട കണ്ട ഗൈസ്, ഇത് പൊട്ടൂല. അതെ അടിപൊളി. എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണ്. ഇനി ബോളിനെ കുറിച്ചൊന്ന് പറഞ്ഞല്ലോ. ഇതൊരു ലേണിംഗ് ആക്ടിവിറ്റി ടോയ് ആണ്. ഇതിൽ റെയിൻബോ കളർ എന്ന് പറയാൻ പറ്റില്ല. മോസ്റ്റ്ലി 4 കളർ കോമൺ ആയ റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ. ഈ കളർ തന്നെ കുട്ടികളെ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യും. നല്ല ഹാർഡ് പ്ലാസ്റ്റിക്കാണ്. ഞഞ്ഞാ ഒന്നല്ല, നല്ലപോലെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. ഇത് 3+ ആണ്. ഇവന് കൊടുക്കാറുള്ളതായിട്ടില്ല. എന്നാലും ഇത് നല്ലതായിരിക്കും. കോൺസെൻട്രേഷനും നമ്മളുടെ മസിൽസൊക്കെ കൈയൊക്കെ ഒന്ന് സ്ട്രോങ് ആകുമെന്ന് വെച്ചാൽ കുറച്ച് സ്ട്രോങ്ങിൽ തന്നെ ഇത് വെക്കണം. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. അത്യാവശ്യം 450-500 ആ റേഞ്ചാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. എന്നാലും വെർത്തിയാണ്. ലേണിംഗ് ആക്ടിവിറ്റിയാണ് കുട്ടികൾക്ക്. ആരോടത്ത് മാനത്തിരിക്ക കൊച്ചിട്ടാ പോക. ആ കത്തി ചേട്ടാ നോറ അപ്പക്ക് ഒരു ടാറ്റ കൊടുത്തേ. അമ്മു എവിടെ? അമ്മുവിന് ടാറ്റ കൊടുക്ക്.
ടാറ്റാ ടുട്ടു. അത് ശരി, അമ്മ വേണ്ടേ? നല്ല രസം നിങ്ങൾ ഈ ലൈറ്റിൽ കാണാൻ. ആ എന്ത് രസം. ഇങ്ങോട്ട് നോക്ക് ടുട്ടു. ടുട്ടമ്മ അമ്മൂന് ടാറ്റ കൊടുക്ക്. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. നോക്കിയിരിക്കണോക്കിയേ. കൊടുങ്ങല്ലൂർ അച്ഛൻ മന്തിയൊക്കെ വാങ്ങി വെച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ കഴിക്കാനുള്ള തീരെ വിശപ്പുണ്ടായിരുന്നില്ല. ഇവിടെ നിന്നും അവിടെ നിന്നും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളപ്പോൾ പാക്ക് ചെയ്ത് നൈസായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ വന്നിട്ടാണ് ഞങ്ങൾ പിന്നെ കഴിച്ചത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 10-10:30 ആയി. അവിടെ ചെറുതിന് ആകെ വിഷമം. ആദ്യമായിട്ടാണ് അവന് മന്തി കൊടുത്തത്. പക്ഷേ അവൻ്റെ കഴിക്കൽ കണ്ടിട്ട് ഞങ്ങൾ പോലും ഞെട്ടിപ്പോയി. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. ചോറൊക്കെ പിന്നെ കഴിക്കണതാണല്ലോ. പാവം അവൻ്റെ കഴിക്കൽ കണ്ടിട്ട് താഴ്ത്ത് വീണതും ഒക്കെ വാരിക്കോരി തിന്നുമായിരുന്നു. ആൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ചിരി വന്നിട്ട് പാടുണ്ടായില്ല. ഇത് കഴിഞ്ഞിട്ട് മോനെ വേഗം മേലെഴുപ്പിച്ചു. അവൻ വേഗം കിടന്ന് ഉറങ്ങിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വല്ലാത്തൊരു ഷെഡ്യൂൾ തന്നെയായിരുന്നു. ആകെ ബിസിയായി. മൂത്ത മോനും അത് വേഗം കിടന്നു. എന്താ വെച്ചാൽ സ്കൂളിൽ നിന്ന് വന്നു, അങ്ങോട്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര വല്ലാത്തൊരിത്. എന്നാലും നമ്മൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടണത്, അതും വീട്ടിൽ പോകാനുള്ളത് ഒട്ടും ഞാൻ കളയാറില്ല. വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു. കുറച്ച് നേരം അവിടെ പോയി സ്പെൻഡ് ചെയ്ത് വന്നല്ലോ.